ജിസ്മോളുടെ കല്യാണത്തിനൊക്കെ നമ്മളുണ്ടായിരുന്നു. സജീവമായിട്ടുണ്ടായിരുന്നു. എങ്ങനെ പേരെങ്ങനെയാ? എൻ്റെ പേര് ലിസമ്മ ബേബി ആണല്ലേ. ഇതിനെപ്പറ്റി എന്താ തോന്നുന്നത്? കാരണം ഇതൊരു ആത്മഹത്യ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? ആത്മഹത്യയാണോ എന്നൊന്നും നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. ആത്മഹത്യ ആണെന്ന് ആണ് എല്ലാവരുടെയും നിഗമനം. കാരണം അല്ലെങ്കിൽ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു അമ്മ പോയി ചാടുമോ? അല്ല, ഒരുപാട് മാനസിക പീഡനം നടന്നു എന്നാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടല്ലോ. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളുണ്ടോ? പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. അത്രയും ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയെ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ചാടിയത് എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഞങ്ങളും എല്ലാവരും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത വീടുകളൊന്നുമില്ല. അതിനെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരു കരുത്തയാകുന്നത്. എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ അതിജീവിക്കണം. അതിജീവിക്കുമ്പോഴല്ലേ ഒരു സ്ത്രീ ഒരു കരുത്താർജിച്ച ഒരു സ്ത്രീയായിട്ട് മാറുന്നത്. അതെ, പിന്നെ ഇപ്പൊ ഈ കേസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. ജനകീയ പ്രശ്നം വന്നതിന് ശേഷമാണ് അറസ്റ്റൊക്കെ. അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് പോലീസുമായിട്ട് ബന്ധപ്പെട്ട കേസുകളല്ലേ. പിണറായിയുടെ പോലീസിനെ സംബന്ധിച്ച് നല്ല അഭിപ്രായം തന്നെയാണെന്ന് ചുരുക്കം. അല്ല, പോലീസിന്റെ നല്ല അഭിപ്രായം. നല്ല പോലീസാണ്, നല്ല രീതിയിൽ അന്വേഷണം നടക്കും. ഇപ്പോൾ അദ്ദേഹം ഇതിനെ പറഞ്ഞു പോയത്. ജിമ്മിയുടെ വീട്ടുകാരെ നേരത്തെ അറിയാമായിരുന്നോ? ജിമ്മിയുടെ വീട്ടുകാരെ നമുക്കറിയാവുന്ന നല്ല ഞങ്ങൾ ആ കുടുംബമായിട്ട് എനിക്ക് നല്ല കണക്ഷനും ഒക്കെ ഉള്ള. പക്ഷെ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്, ജനപ്രതിയൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ അറിയാം. ഇപ്പോൾ അവർ പുറമെ നല്ലൊരു ഫാമിലിയാണ്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലതായിട്ട് നേരത്തെ സംസാരിക്കുമായിരുന്നോ മറ്റേ ജിസ്മോളോട്? ജിസ്മോളുടെ കല്യാണത്തിനും ജിസ്മോൾ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴും ഒക്കെ സ്വീകരണം കൊടുക്കാനും ഒക്കെ നമ്മളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരുമായിട്ട് പിന്നെ ജിസ്മോളുടെ വീട്ടുകാരും അതെ ജിസ്മോളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും കോൺഗ്രസ്സുകാരാണ്. ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു സജീവമായ ഒരു പ്രതിഷേധം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല. അല്ല, പാർട്ടിക്കാരിയായോ അതുമല്ല. നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കൊലപാതകം അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. കുറ്റക്കാരെ ശിക്ഷിക്കാനായിട്ട് കുറ്റക്കാരാണെങ്കിൽ ആരാണെങ്കിലും കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഈ ബീന ടീച്ചർ ഇവിടെ നേരത്തെ തൊട്ട് അധ്യാപികയായിരുന്നു. ബീന ടീച്ചർ നേരത്തെ തൊട്ട് അധ്യാപികയായിരുന്നു. ഒത്തിരി ശിഷ്യസമ്പത്തുള്ള ടീച്ചറാണ്. ടീച്ചർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ടീച്ചറാണ്. ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയൊന്നും ഒരു ഇതും ഉണ്ടായില്ല. പിന്നെ കുടുംബം ആകുമ്പോഴത്തേനും നമ്മൾ സ്വന്തം മക്കളോട് പറയുന്ന പോലെയൊക്കെ എന്തെങ്കിലും പറയല്ലേ. അതൊക്കെ നമ്മൾ കുടുംബത്തിന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് കളർ പറഞ്ഞ് ആക്ഷേപിക്കുക, അതുപോലെ തന്നെ ഓക്സിജൻ ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ കുട്ടി കറുത്തു പോയെന്ന് ചോദിക്കുക, അതൊക്കെ ആര് പറയുന്നത് അതൊക്കെ നമുക്ക് അറിയത്തില്ല. ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങളല്ലേ അതൊക്കെ. അത് പീഡനം വെച്ചാൽ ശാരീരിക പീഡനത്തെക്കാട്ടിൽ വേദനയല്ലേ ഒരു വിദ്യാഭ്യാസമുള്ള അഭിമാനമുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതിപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്ന അതിൻ്റെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ മനോഭാവമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു പരിഗണന പോലും ചിന്തിക്കാതെ അല്ലേ ഇങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നു നോക്കിയാൽ. കാരണം ഒത്തിരി സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയല്ലേ. ഇപ്പം ഉന്നത നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും അത്രമാത്രം ഒരു വിഷമം ഉണ്ടായെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മളെ എത്ര എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ആ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് നമുക്ക് അതേപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അല്ല, നമുക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് വേണേലും പറയാം. സത്യാവസ്ഥ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അറസ്റ്റ് ചെയ്യാൻ താമസിച്ചപ്പോഴത്തേക്ക് അവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യമായി അവിടെ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയുടെ ഡേറ്റാസ് അതൊക്കെ എടുക്കുന്ന കാര്യത്തിലൊക്കെ പോലീസ് ഒത്തിരി പിന്നോട്ട് പോയി. അതേപ്പറ്റി പറയാനൊന്നും ഞാൻ ആളല്ല കേട്ടോ. പ്രക്ഷോഭം നടന്നു വാർഡിൻ്റെതായിട്ട്. പ്രക്ഷോഭം നടന്നിരുന്നു. ഞാൻ അറിഞ്ഞായിരുന്നു. ഞാനൊന്നും സ്ഥലത്തില്ലായിരുന്നു. എനിക്ക് വേറെ 2-3 കല്യാണങ്ങളുണ്ടായി നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ അറിഞ്ഞായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വിജയമായിരിക്കുമല്ലോ ഇന്നത്തെ അറസ്റ്റൊന്നും ചിന്തിക്കത്തില്ല. അതേപ്പറ്റി ഒന്നും പറയാൻ നിങ്ങൾക്ക് ചാനലുകാർക്ക് ഞങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വിരുദ്ധ കേട്ട് എടുക്കാനായിട്ടിരിക്കുക. അതിനകത്ത് ഞാൻ 2000 തൊട്ട് 2025 വരെ ഏർക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും പിന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും ഇപ്പം വള്ളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ ജീവിതകഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ എൻ്റെ ഹസ്ബൻഡ്
മരിച്ചു പോയതാണ്. ഹസ്ബൻഡിന് ഷാപ്പ് കോൺട്രാക്ടറായിരുന്നു, 8-10 ഷാപ്പുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനിയനാണ് പിന്നെ ഷാപ്പ് നടത്തിയത്. ആ കാലമായിട്ടുള്ള ഒരു മരണം നടന്നത്. അതിനുശേഷം നമ്മൾ എങ്ങനെ ചെയ്യും, നമുക്ക് ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. നമുക്ക് വേറെ സഹായിക്കാനായിട്ട് ആരുമില്ല. സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഫാമിലി ആണെങ്കിലും നമുക്ക് സഹായിക്കാനായിട്ടുള്ള മനസ്സൊന്നും അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. അമ്മായിപ്പൻ നേരത്തെ മരിച്ചു, അമ്മായിയമ്മ ഉണ്ടായിരുന്നു, 2 അനിയന്മാരുമായിരുന്നു വീട്ടിൽ. അപ്പോൾ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഷാപ്പ് രണ്ടാമത്തെ അനിയനെ ഏറ്റെടുത്തു. അപ്പോൾ പുള്ളി ഷാപ്പ് നടത്തിയപ്പോഴത്തേനും ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലെ അന്തരീക്ഷത്തിലല്ല ഭാര്യ വരുന്നത്, ഭാര്യയുടെ വേറെ അന്തരീക്ഷമാണ്. അപ്പോൾ ആ ഒരു അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടുന്നതിനായിട്ട് കുറേയൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ട്. പക്ഷേ നമ്മൾ കുടുംബജീവിതം ആകുമ്പോൾ എല്ലാം കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നമുക്ക് ജീവിക്കണം. പക്ഷേ നമ്മൾ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകുന്നത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ അഭിമാനിക്കാൻ പറ്റുന്നത്. നമ്മൾ ആരെയും ആശ്രയിക്കാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. അത് നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത്, ഈ ജിസ്മോൾ കാണിച്ച ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ചാടിയ ആ അവസ്ഥ ഒരിക്കലും ഇനി ഒരു സ്ത്രീക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത്. കാരണം ഇന്ന് നമുക്ക് പിന്നെ സ്ത്രീ ബോൾഡായിരിക്കണം. നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നെല്ലാം വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം. സ്ത്രീ ശക്തയാണ് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഈ കേരളത്തിൽ ഇനി ഇതുപോലെയുള്ളൊരു ആത്മഹത്യ ഒരിക്കലും ഉണ്ടാകരുത്. സ്ത്രീക്ക് തീർച്ചയായിട്ടും ഈ സമൂഹം എല്ലാവരും ഒപ്പമുണ്ട്. നമ്മൾ തന്നെ പൊരുതി ജീവിക്കണം. അല്ല, ഭർത്താവ് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ഭർത്താവ് സ്വാതന്ത്ര്യം കൊടുക്കാത്ത വ്യക്തിയാണെങ്കിൽ അവൾക്ക് എന്തെല്ലാം മാർഗമുണ്ട്. അവൾ ഹൈക്കോടതി അഡ്വക്കേറ്റ്, അവൾക്ക് വേറെ വീടെടുത്തോ വാടക വീട്ടിലോ എവിടെയെങ്കിലും തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കരുതോ? അവൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവൾ ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഭർത്താവ് ആ വീട്ടിൽ അവൾക്ക് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ അവൾ വേറെ വീടെടുത്ത് താമസിക്കണം ആ കുഞ്ഞുങ്ങളെയും കൊണ്ട്. ഒരു അമ്മയില്ലാത്തൊരു കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ ബീന ടീച്ചർ ആ കുട്ടിയെ മീന ടീച്ചർ കാണേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ലോ. അപ്പം ഞാൻ ബീന ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കണം. ബീന ടീച്ചർ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള അവസരം നമുക്ക് തരാത്തതുകൊണ്ടാണ്. അവർക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അവർ നമുക്ക് ഫേസ് തരുന്നില്ലല്ലോ. ഞങ്ങൾ പല പ്രാവശ്യം അതിനുവേണ്ടി ശ്രമം നടത്തി. അപ്പം അവർക്കും ചിലപ്പോൾ പറയാൻ കാണും, അവരുടേതായിട്ടുള്ള സൈഡുകൾ കാണും. പക്ഷെ അത് ഞങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. മാഡം നോക്കിയാൽ അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. അല്ല, അവർക്ക് പറയാനുള്ളത് നമുക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോ വ്യക്തികൾക്കും ഓരോ മെൻറ്റാലിറ്റി അല്ലേ, ഓരോ മനോഭാവം, ജീവിതത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതും അമ്മായിയമ്മ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എടുക്കണം എന്ന് ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബീന ടീച്ചർ സ്വന്തം മക്കളോട് പറയുന്ന പോലെയൊക്കെ അപ്പം ഞാനാണേലും എൻ്റെ മകളോട് എന്തെല്ലാം വഴക്കും ഇതുമെല്ലാം പറയും. അതിപ്പോൾ നമ്മൾ അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. രണ്ടു കൂട്ടരും നല്ല രീതിയിൽ പെരുമാറണം തീർച്ചയായിട്ടും. അങ്ങനെ വേണം. ഇനി നമുക്ക് ഒരു ജിസ്മോളും ഇതുപോലെ കുഞ്ഞുങ്ങളും ഇതുപോലത്തെ ഒരു അവസ്ഥ, ജിസ്മോടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ ഇനി മേലിൽ നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ഉണ്ടാകരുതെന്നാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും അത് ഒരു പരിഹാരമുണ്ട്. എല്ലാത്തിനും പരിഹാരമുണ്ട്. ആത്മഹത്യ ഒരു പരിഹാരമല്ല. ദൈവം തന്ന ജീവൻ ദൈവത്തിനെ എടുക്കാൻ പറ്റുള്ളൂ, ദൈവത്തിനെ എടുക്കാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്വന്തം ജീവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒന്നിനും ഒരു പരിഹാരം ആയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.